ഓക്കെ, ഇത് നമ്മുടെ പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഇൻ എ റേസ് ഓഫ് 800 മീറ്റർ ദ റേഷ്യോ സ്പീഡ് ഓഫ് ടു കോണ്ടസ്റ്റന്റ് അൽക്ക ആൻഡ് മീര ഈസ് 4:7. അതായത് 800 മീറ്റർ ഉള്ള ഒരു റേസിൽ അവരുടെ സ്പീഡിന്റെ റേഷ്യോ 4:7 ആണ്. ഇഫ് അൽക്ക ഹാസ് എ സ്റ്റാർട്ട് ഓഫ് 520 മീറ്റർ, അതായത് അൽക്കയ്ക്ക് 520 ഓടണ്ട, 800-ൽ 520 ഓടണ്ട, ബാക്കി 250 മാത്രം അൽക്കയ്ക്ക് ഓടിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൽക്ക വിൽ വിൻ ബൈ, ഓക്കെ, അൽക്ക വിൽ വിൻ ബൈ, അതായത് രണ്ടാമത്തെ കേസിൽ ഇവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുവാണ് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലൈനായിട്ട് വരച്ചു കഴിഞ്ഞാൽ അൽക്കയ്ക്ക് ആക്ച്വലി 250 ഓടിയാൽ മതി. ഓക്കെ, നമ്മുടെ രണ്ടാമത്തവന് നോക്കുവാണെങ്കിൽ ഫുൾ ഓടണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, ടി എന്ന ടൈം കഴിയുമ്പോൾ ഇവൻ ഫിനിഷിംഗ് പോയിന്റ് എത്തും, അൽക്ക. കാരണം അൽക്ക വിൻ ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൽക്ക ഫിനിഷിംഗ് പോയിന്റ് എത്തും. അപ്പോൾ ആ ഒരു ടി എന്ന ടൈമിൽ നമ്മുടെ മീര എവിടെ എത്തുന്നോ, ഓക്കെ, ഇവിടെ എത്തുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനായിരിക്കും എന്ത് ചെയ്തിരിക്കുന്ന നമ്മുടെ മീരേനെ അൽക്ക തോപ്പിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഇവിടെ ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ, ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ അതേ റേഷ്യോ തന്നെയായിരിക്കും സ്പീഡ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡിന്റെ അതേ റേഷ്യോ ആയിരിക്കും ഡിസ്റ്റൻസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അൽക്ക ജയിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽക്കയ്ക്ക് ആക്ച്വലി എത്ര ഓടണം? 250 ഓടണം. ഓക്കെ, അൽക്കയ്ക്ക് 250 ഓടണം. ഇതായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ വരണം. ഓക്കെ, 250 ആണെങ്കിൽ എത്ര? ഇൻറ്റു 70 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ ടൈമിൽ നമ്മുടെ മീരയ്ക്ക് ഓടാൻ പറ്റുന്നത് 490 ആയിരിക്കും. 490 ആണെങ്കിൽ എത്ര മീറ്ററിന് തോപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 310 മീറ്ററിനായിരിക്കും തോപ്പിച്ചിട്ടുണ്ടാവുന്നത്. സോ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ.